സ്വാമി, പ്രശ്നം എന്താന്ന് വെച്ചാ അങ്ങ് പറഞ്ഞ പെൺകുട്ടി ആരാന്തുവരെ മനസ്സിലായില്ല. പിന്നൊരു പുരോഗതി ഉണ്ടായത് അശ്വതി നാമതയുള്ള ഒരു പെൺകുട്ടി രംഗപ്രവേശനം ചെയ്തു എന്നുള്ളതാ. ആകെ 6 പെൺകുട്ടികളെ എനിക്ക് നേരിട്ട് പരിചയമുള്ളത്. 6 അല്ല 5. അനുവില്ല. ശരിയാ, അനുവില്ല. ഈ 5 പെൺകുട്ടികളിൽ ആരാന്ന് തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് പരിശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. ഈ പറഞ്ഞ 5 പേരിൽ ഒരാൾ താമസിയാതെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മാറിപ്പോവും. എന്താ പോരെ? അതിനെ അവള് പോയില്ലേ? അല്ല, മറ്റൊരാൾ, കൂടുതൽ അടുപ്പമുള്ള മറ്റൊരാൾ, വിളിപ്പേരിൽ 2 അക്ഷരം മാത്രമുള്ളൊരു പെൺകുട്ടി. ശരി, വിശ്വസിപ്പിക്കാം. ആനന്ദിന്റെ അച്ഛന്റെ പേരിന്റെ അവസാനത്തെ അക്ഷരം ഇൻ എന്നല്ലേ? ഇംഗ്ലീഷിൽ എൻ. എൻ ഫോർ നോട്ടി. അയ്യോ, കലക്കി സ്വാമി. ടോണി, നിനക്കിപ്പോ വിശ്വാസമായോ? അങ്ങനെയാണെങ്കിൽ ഇയാള് എന്റെ ഡാഡിയുടെ വരുമോ? നിന്റെ വിശ്വാസത്തിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അച്ഛനപ്പൂപ്പന്മാരുടെ പേര് പറഞ്ഞ് കളിക്കാനുള്ള സ്ഥലമല്ലിത്. ഇനി നിന്റെ കാര്യം വേണമെങ്കിൽ ഞാൻ പറയാം. നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന പെൺകുട്ടിയെ ഇന്ന് നീ കാണും, കണ്ടിരിക്കും. അങ്ങനെ കണ്ട ദൈവം വിശ്വസിക്കുന്ന ഒരുപടി മേളില് ഞാൻ നിങ്ങളെ വിശ്വസിക്കും. അവിടെ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. സ്വാമി, എന്നാ അടിയങ്ങൾ അങ്ങോട്ട്. എന്തുവാടത് ബാലേ? നീ നിന്റെ ഒരു സ്വാമി. എന്തുവാടാ? റോയിച്ചൻ പറഞ്ഞ ശരിയാ, നിന്നെ കൊണ്ടൊരു സ്ഥലത്ത് പോകാൻ കൊള്ളില്ല. ഇങ്ങനത്തെ എന്നെ കുറ്റം പറയുന്നവനെ എന്റെ ജ്യൂസും കുടിക്കണ്ട. ഞാനൊരു തമാശ പറഞ്ഞല്ലേ? ഇതാണ് തമാശ. എന്നാ തമാശ എന്ത് പറയും? തമാശക്ക് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ പറയാം. എന്താ, സംശയം തീർന്നില്ലേ? ആ ജ്യൂസ് ഇതാടാ പ്ലീസ്. അല്ല, എങ്ങനെ ഞാൻ പറയാതിരിക്കും? ആ അച്ഛന്റെ പേര് പറഞ്ഞപ്പോഴെങ്കിലും നീ ഒന്ന് വിശ്വസിക്കണ്ടേ? അത് തന്നെ ഞാനും ഇപ്പൊ ആലോചിച്ചോണ്ടിരുന്നു. നീ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഹിന്ദുസിന്റെ അച്ഛന്മാരുടെ പേരെന്ന് പറഞ്ഞേ. എന്തിനാ? ഒന്ന് പറ. ശശിധരൻ, പീതാംബരൻ, ദാമോദരൻ, കരുണൻ, വിനയൻ, കരുണാകരൻ, പവിത്രൻ. എന്താ, ഒന്നും മനസ്സിലായില്ലല്ലോ? ഇല്ല. ഇനി ഞാൻ കുറച്ച് പേര് പറയാം. ശിവൻ, പരമേശ്വരൻ, പാർത്ഥൻ, പത്മനാഭൻ, മാധവൻ. ഇപ്പൊ മനസ്സിലായോ? ആ, എല്ലാത്തിന്റെ അവസാനം എന്നാ? മനസ്സിലായല്ലോ. എടാ, ഇതെല്ലാം വെറുതെ തട്ടിപ്പാ. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ. എന്താ? അയാള് പറഞ്ഞ മാതിരി നിന്റെ ലക്കി ഗേൾതാ വന്നിരിക്കുന്നു. അനുവാ, അങ്ങോട്ട് നോക്കൂ. ചിഞ്ചുമ്മയുടെ ടോണിക്കുട്ടൻ ജോഷ് കുറിച്ചു ആണോടാ? ഹായ് ചിഞ്ചു. ഹായ് ആനന്ദേട്ടാ. ടോനിമ്മ. അതെന്തുമാ? കുറച്ചു മുമ്പ് ഇൻ പറഞ്ഞില്ലേ, അതുപോലൊരു മാ. ഓ, ആമ. ആമ. ടോനിമ്മ, ഒരു ജ്യൂസ് കൂടെ പറയട്ടെ. പണഞ്ഞോ? എന്നിട്ട് സ്വന്തമായിട്ട് കുടിച്ചോട്ടെ. റോയിച്ചനാണല്ലോ വിളിക്കുന്നത്. ഹലോ റോയിച്ച. ഹലോ റോയിച്ച, ഞാനാ ചിഞ്ചു. ഞാനിവരെ കൂടെ ഉണ്ട്. ഏത് മോള്? പിന്നല്ലാതെ ഞാനല്ല സംസാരിക്കുന്നത്. ഏവന്മാര്? അവരെന്റെ അടുത്തുണ്ട്. അല്ല, മോളിപ്പോ എവിടെയാ? ഞാനിപ്പോ ടോണി മോന്റെ കൂടെ. മോളല്ല, നിങ്ങൾ എല്ലാവരും ഇപ്പൊ എവിടെ? ഞങ്ങളിപ്പോ ജ്യൂസ് ഷോപ്പിലാ. ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. അത് മോൾക്ക് തിരക്കാണെങ്കിൽ ഇനി ഒരിക്കൽ വന്നാൽ മതി കേട്ടോ. ഇല്ല, വരാം. ഇപ്പൊ തന്നെ വരാം. അല്ല, അതെ ചിഞ്ചു, ഞാനൊന്ന് പറയട്ടെ. ഹലോ ഹലോ, റോയിച്ച് നമ്മളവിടെ കാത്തിരിക്കാം. ടോണി.